നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 മെയ് മാസം 30-ാം തീയതി വ്യാഴാഴ്ച ദിവസം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട 3 അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇനി 2 ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാറായി. ഇനി 2 ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അവസാന ദിവസങ്ങളിൽ തിരക്കുകൾ വർദ്ധിച്ച് സെർവർ തകരാറിലാവുന്നത് ഒരു നിത്യ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ച മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വരുന്ന OTP നൽകി റേഷൻ കൈപ്പറ്റുവാൻ സാധിക്കും. കഴിഞ്ഞ 2 മാസമായി റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവർ പ്രത്യേകം തന്നെ അറിഞ്ഞിരിക്കേണ്ടത്, തുടർച്ചയായി 3 മാസം നിങ്ങൾ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വെള്ള കാർഡിലേക്ക് മാറ്റുവാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലുള്ളതാണെങ്കിൽ ആ ഒരു മുൻഗണനാ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങളുടെ റേഷൻ കാർഡ് വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്നതാണ്. ഉഷ്ണതരംഗം കണക്കിലെടുത്ത് മെയ് മാസം ആദ്യവാരം കൊണ്ടുവന്ന റേഷൻ കട സമയ നിയന്ത്രണം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പതിവ് പോലെയുള്ള റേഷൻ വിതരണമാണ് നടക്കുന്നത്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് സെർവർ തകരാറ് മൂലം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് നടത്തിയിരുന്ന മസ്റ്ററിംഗ് അത് നിർത്തിവെച്ചിരുന്നു. മസ്റ്ററിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുന്ന ജൂൺ 4-നും അതിനുശേഷം പുതിയ സർക്കാർ രൂപീകരണത്തിനു ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഈ ഒരു KYC അപ്ഡേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരുന്നു. കേരളത്തിലാണെങ്കിൽ ഇപ്പോഴും 20% മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. തുടർച്ചയായി സെർവർ തകരാറ് മൂലം മാർച്ച് മാസത്തിൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് നിർത്തിവെക്കുകയായിരുന്നു. മസ്റ്ററിംഗ് നിർബന്ധമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതിനായിട്ടുള്ള അവസാന തീയതിയും നൽകിയിരുന്നതാണ്. എന്നാൽ ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ തീയതി നീട്ടി നൽകണം എന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു മസ്റ്ററിംഗ് നിർബന്ധമാണ്. ഓരോ റേഷൻ കാർഡ് ഉടമകളും, അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ അവരുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഹിതത്തിൽ കുറവ് സംഭവിക്കും. അതുപോലെ തന്നെ സെർവർ ശേഷി വർദ്ധിപ്പിക്കാത്തതാണ് നിരന്തരം സെർവർ തകരാറിലാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സെർവർ ശേഷി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരുന്നത്. എന്നാൽ അതിനനുസരിച്ചുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും ലഭിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇനി മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുക. ഇനി മറ്റൊരു അറിയിപ്പ് കൂടി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ അനുവദിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ റേഷൻ കടകളിൽ പുഴുക്കലരി, മട്ട, പച്ചരി എന്നിവയെല്ലാം തന്നെ മിക്ക റേഷൻ കടകളിലും ലഭ്യമാണ്. മെയ് മാസത്തിൽ വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടുന്ന കാർഡ് ഉടമകൾക്ക് 20 കിലോ പുഴുക്കലരിയും 10 കിലോ പച്ചരിയും ഉൾപ്പെടെ 30 കിലോ അരിയാണ് ലഭിക്കുക. മട്ട അരി മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കില്ല. 3 കിലോ ഗോതമ്പ് ലഭിക്കും. ഇതെല്ലാം സൗജന്യമായാണ്. മാത്രമല്ല 1 കിലോ ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കുന്നത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത മാസത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് 4-ാം തീയതിയാണ് ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു വിതരണം ഉണ്ടാകുക. തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മാസങ്ങളിൽ വിതരണം ചെയ്യേണ്ട ഈ ഒരു തുകയുടെ വിതരണം നീട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.